പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ചതിച്ചിട്ട് പോയ വ്യക്തികൾക്ക് മുൻപിൽ നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ ഒട്ടനവധി അവസരങ്ങൾ ലഭിക്കുന്ന ദിവസം വരികയായി. ഇനി അവരുടെ മുൻപിൽ ജീവിച്ചു കാണിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം ഉണ്ടാകും. നമുക്ക് ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും അവരെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ മകം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് പറയേണ്ടത്. സ്വന്തം കഴിവുകൾക്കുള്ള അംഗീകാരം ലഭിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സാമ്പത്തിക സ്ഥിതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. കർമ്മരംഗത്ത് മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കുന്ന തരത്തിൽ ഒരു വളർച്ച ഉണ്ടാകും. കുടുംബകാര്യത്തിൽ സമാധാനം പ്രതീക്ഷിക്കാം. ഏജൻസി ഇടപാടുകൾ ചെയ്യുന്നവർക്ക് തളർച്ച മാറ്റിയെടുക്കാൻ സാധിക്കും. സന്താനത്തിൻ്റെ പുതിയ ജോലി കാര്യത്തിന് സഹായം ലഭിക്കും. വിദേശത്ത് നിന്ന് ശുഭവാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട്. കല്യാണകാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതായിട്ട് വരും. ഔദ്യോഗിക ചുമതലയിൽ മാറ്റം വരുത്തുന്നതിന് ഇടവരും. പുതിയ തൊഴിൽ സ്ഥലത്ത് പ്രത്യേക പരിഗണന ഉണ്ടാകും. പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും. ദോഷപരിഹാരമായിട്ട് ശ്രീമുരുകന് ഭസ്മാർച്ചന, ഹാരം, ഷഷ്ടിവ്രതം, ശങ്കരനാരായണന് നെയ്വിളക്ക്, പായസം, അർച്ചന, ഭദ്രകാളിക്ക് പട്ട്, കടും പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ദൂരദേശത്ത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്രതീക്ഷിത അംഗീകാരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് തേടിയെത്തും. വ്യാപാര മേഖലയിൽ അഴിച്ചുപണി നടത്താൻ സാധിക്കും. വാടക ഗൃഹത്തിൽ നിന്നും സ്വന്തം ഗൃഹത്തിലേക്ക് താമസം മാറാൻ സാധിക്കും. സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം. കല്യാണ വിഷയത്തിൽ സ്വന്തക്കാരുടെ ഉപജാപത്തിന് കടിഞ്ഞാൻ ഇടാൻ സാധിക്കും. സ്വന്തക്കാരുമായിട്ടുള്ള തർക്കം അവസാനിപ്പിക്കും. ഉന്നതരുമായിട്ടുള്ള ബന്ധം പ്രയോജനപ്പെടുത്തും. ഔദ്യോഗിക പദവിക്ക് ഇളക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാഹന വായ്പ കുടിശ്ശിക തീർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പൂരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് അർച്ചന, വെണ്ണ, ഹാരം, രക്തചാമുണ്ടിക്ക് ചുവന്ന ഹാരം, പട്ട്, പിതൃക്കൾക്ക് തിലഹവനം, അന്നദാനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ശുഭകാര്യയോഗം. മത്സരരംഗത്ത് തന്ത്രപരമായ നിലപാട് മുഖേന സ്വന്തം നില ഭദ്രമാക്കാൻ സാധിക്കും. ഏജൻസിയിൽ മുഷിവ് വരാതെ ശ്രദ്ധിക്കണം. സർക്കാർ ജോലിക്ക് യോഗമുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മത്തിന് മറ്റുള്ളവരിൽ നിന്ന് ഹൃദ്യമായ സഹകരണം ലഭിക്കും. പുതിയ ജോലി കാര്യത്തിൽ പ്രതീക്ഷ ഉണ്ടാകും. വിദേശത്ത് കാലാവധി നീട്ടിക്കിട്ടും. സ്വകാര്യ സ്ഥാപനത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ ശ്രദ്ധിക്കണം. മെഡിസിൻ രംഗത്ത് ഉയർന്ന ഭരണകേന്ദ്രത്തിൽ ചാട്ടുളി പോലുള്ള പ്രവർത്തന ശൈലി കാഴ്ചവെക്കാൻ സാധിക്കും. വാഹനയോഗം പൂവണിയും. കടമുറി സ്വന്തമാക്കാൻ അവസരമുണ്ട്. വിദേശയാത്രയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് വിഷ്ണു അവതാര ക്ഷേത്രത്തിൽ ഹാരം, വെണ്ണ, അർച്ചന, വസ്ത്രം, ശ്രീ പാർവതിക്ക് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, വെളുത്ത പൂക്കൾ, ആയില്യത്തിന് പൂജാദ്രവ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവരുടെ ജീവിതത്തിൽ ഉന്നത പദവിക്ക് യോഗം ലഭിക്കുന്ന ദിവസങ്ങളാണ്. ദൂരദേശത്ത് ശുഭകാര്യ യോഗം. കടബാധ്യതകൾ തീർക്കാൻ അവസരം. മംഗളകർമ്മത്തിന് ധനം വന്നു ചേരും. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അംഗീകാരം ലഭിക്കും. സന്താനത്തിൻ്റെ ജോലിക്കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും. സ്വദേശത്ത് പുതിയ താമസ സ്ഥലം ലഭിക്കും. കുടുംബകാര്യങ്ങളിൽ സമാധാനം. സ്ഥാനചലന സമ്മർദ്ദങ്ങൾ അതിജീവിക്കും. അയൽ സംസ്ഥാനത്ത് ധനസ്ഥിതിയിൽ മാറ്റം വരും.
ഓഹരി മാർക്കറ്റിൽ സുരക്ഷിത നീക്കം നടത്താൻ സാധിക്കും. സഹായികൾ തിരികെ എത്തും. ലാഭകരമായ ഇടപാടിൽ പങ്കാളിയാകാൻ അവസരമുണ്ട്. അത്തം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ തുളസിഹാരം, മഞ്ഞപ്പട്ട് അർച്ചന, ശാസ്താവിന് മുഖക്കാപ്പ്, നീരാജനം, ആയില്യത്തിന് 100 പാലും എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മേന്മയുള്ളൊരു ജോലി ലഭിക്കുന്നതിനുള്ള അനുകൂല സമയമാണ് വരും ദിവസങ്ങളിൽ. മംഗളകർമ്മത്തിന് ധനസഹായവും ലഭിക്കും. ഉന്നതതല ബന്ധം മെച്ചപ്പെടും. പൊതുരംഗത്തുള്ള എതിർപ്പുകൾ തന്ത്രപരമായിട്ട് നേരിടും. തടസ്സപ്പെട്ട രജിസ്ട്രേഷൻ പൂർത്തിയാക്കും. അന്യദേശത്തുള്ള മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം. തുടർ വിദ്യാഭ്യാസത്തിന് സഹായം ലഭിക്കും. പുതിയ പ്രോജക്റ്റുകളുടെ രൂപരേഖയിൽ മാറ്റം വരുത്തും. മറുനാട്ടിൽ ഫ്ലാറ്റ് ആദായ വിലയ്ക്ക് സ്വന്തമാക്കും. കോടതി വിധി മുഖേന അവകാശം പുനഃസ്ഥാപിക്കും. ദോഷപരിഹാരമായിട്ട് മഹാദേവന് ധാര, പ്രദോഷവ്രതം, കുവളമാല, അർച്ചന, ആദിപരാശക്തിക്ക് പൊങ്കാല, പട്ട്, ശ്രീകൃഷ്ണന് തുളസിഹാരം, ത്രിമധുരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ചോതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ ദൂരദേശത്ത് നിന്ന് ഒരു ശുഭവാർത്ത ഇവരെ തേടി വരുന്നതാണ്. ഏജൻസി ഇടപാടിൽ ധനവരവ് വർദ്ധിക്കുകയും ചെയ്യും. പൊതുരംഗത്ത് ആരോഗ്യപരമായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും. തൊഴിൽ സ്ഥലത്ത് വേറിട്ട പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. സന്താനത്തിന് IT മേഖലയിൽ മികച്ച അവസരം ലഭിക്കും. ഔദ്യോഗിക തലത്തിൽ സ്വന്തം നിലപാട് ശക്തമായിട്ട് അവതരിപ്പിക്കേണ്ടി വരും. ധനസ്ഥിതിയിൽ വലിയ വ്യത്യാസം വരാതെ ശ്രദ്ധിക്കണം. ഊഹക്കച്ചവടത്തിൽ നേട്ടം. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ബാധ്യതകൾ തീർക്കുന്നതിന് സമയം നീട്ടിക്കിട്ടും. കുടുംബകാര്യത്തിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടവരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദോഷപരിഹാരമായിട്ട് ചാമുണ്ടിക്ക് പട്ടുവസ്ത്രം, അർച്ചന, നെയ്വിളക്ക്, ഹാരം, പിതൃക്കൾക്ക് അന്നദാനം, തിലഹവരം, ഹനുമാന് വെറ്റിലമാല, അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് അപ്രതീക്ഷിത മാറ്റം. ഏജൻസിയിൽ ധനവരവ് കൂടും. ഔദ്യോഗിക തലത്തിൽ കൂടിക്കാഴ്ചയിൽ പ്രശ്ന പരിഹാരം ഉണ്ടാകും. അന്യദേശത്ത് മേന്മയുള്ള ജോലി തരപ്പെടും. മത്സര പരീക്ഷയിൽ ഉന്നത വിജയം. കുടുംബക്കാരുടെ സഹകരണം തക്ക സമയത്ത് തന്നെ ലഭിക്കും. ഭരണതലത്തിൽ നിർണായകമായ പങ്കുവഹിക്കാൻ അവസരമുണ്ട്. സന്താനത്തിന് മേന്മയുള്ള തൊഴിൽ മാറ്റം. കലാരംഗത്തെ തിരക്കുകൾ കുറയും. വസ്തുതർക്കത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നടത്താനും സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതിക്ക് കറുകമാല, മോദകം, നാളികേരം, അർച്ചന, ദുർഗയ്ക്ക് വസ്ത്രം, പായസം, അർച്ചന, ശ്രീരാമന് അവൽ നിവേദ്യം, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അനിഴം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് അവസരങ്ങൾ സമൃദ്ധമായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പൊതുരംഗത്ത് അപ്രതീക്ഷിത കരുക്കൾ നീക്കാൻ സാധിക്കും. സാമ്പത്തിക മേന്മയുള്ള സംഗതികൾ ജീവിതത്തിൽ വന്നു ചേരും. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കും. ദൂരദേശ പഠനത്തിൽ മാറ്റം വരുത്തും. സാങ്കേതിക മേഖലയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും. സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. സന്താനത്തിന് അർഹതപ്പെട്ട അംഗീകാരം സിദ്ധിക്കും. അയൽ സംസ്ഥാനത്ത് പുതിയ ഇടപാടിന് സമഗ്രമായ പദ്ധതിക്ക് തുടക്കമിടും. പുതിയ ആഭരണം സമ്മാനമായിട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. അനിഴം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് പ്രത്യുങ്കിര ദേവിക്ക് നെയ്വിളക്ക്, ഹാരം, കടുംപായസം, അർച്ചന, ശ്രീ വരാഹമൂർത്തിക്ക് പാൽപായസം, കുടുംബക്ഷേത്രത്തിൽ എണ്ണ സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് പുതിയ ചുമതലകൾ വന്നു ചേരും. കുടുംബകാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. ദൂരദേശത്തുള്ള മാനസിക പ്രയാസങ്ങളിൽ നിന്ന് കരകയറും. സന്താനത്തിൻ്റെ സ്ഥാനചലനത്തിന് ഉന്നതരുടെ സഹായം ലഭിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രമോഷൻ. മംഗളകർമ്മത്തിന് ഉറ്റവരിൽ നിന്നും അകമഴിഞ്ഞുള്ള സാമ്പത്തിക സഹായം ലഭിക്കും. ഷെയർ മാർക്കറ്റിൽ നേട്ടം. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇട നൽകാതിരിക്കുക. പ്രണയവിരഹം കുറയും. സർക്കാർ തല അംഗീകാരം സിദ്ധിക്കും. വിവാദങ്ങളുടെ തീഷ്ണതയിൽ നിന്നും മോചനം. അതുപോലെ പുതിയ വിതരണ മേഖല കണ്ടെത്താനും
വിജയിക്കാനും സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരത്തിന് മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ വെണ്ണ, ഹാരം, അർച്ചന, പാർവതീദേവിക്ക് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, പൊട്ടുതാലി സമർപ്പണം, ഹനുമാന് വെറ്റിലമാല അർച്ചന, വെണ്ണ സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.